സെക്സിന്റെ അനുഭൂതി വർദ്ധിപ്പിക്കാനും സെക്സിന്റെ ടൈം വർദ്ധിപ്പിക്കാനും ഒക്കെ പര്യാപ്തമായിട്ടുള്ള അനവധി മരുന്നുകളെ കുറിച്ചുള്ള പരസ്യം കൊണ്ട് നമ്മളുടെ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുകയാണ്. 2 ഗുളിക കൊണ്ട് 2 മണിക്കൂർ സ്വർഗാനുഭൂതി അനുഭവിക്കാം, ഒരു ദിവസം മുഴുവൻ നിങ്ങൾക്ക് ആനന്ദരോഗത്ത് നൃത്തം ചവിട്ടാം. ഇത്തരമുള്ള അനവധി പരസ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ധാരാളം പേര് അതിൽ ചാടി വീണ് അവസാനം മുങ്ങി നിവരാൻ വയ്യാതെ വിഷമിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒന്ന് വെളിച്ചം വീശുക, ഇതിന്റെ യഥാർത്ഥ പ്രകൃതി മാർഗം നിങ്ങളെ തിരിച്ചറിയിക്കുക, ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് സെക്സ് കൊണ്ട് പ്രകൃതി ഉദ്ദേശിക്കുന്നതെന്നാണ്. അത് മറ്റൊന്നുമല്ല, ഓരോ വംശത്തിനും ഓരോ സ്പീഷ്യത്തിനും അതാതിൻ്റെതായ തലമുറയെ നിലനിർത്തുക. ഇത് മാത്രമാണ് സെക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നടക്കണമെങ്കിൽ ഇന്റർകോഴ്സ് നടക്കണം, അണ്ഡബീജ സംയോജനം നടക്കണം, അവിടെ മെയിലും ഫീമെയിലും കൂടിച്ചേരണം. അപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഇതിനാരും തയ്യാറാവില്ലോ. അതുകൊണ്ട് ഇതിനകത്ത് കുറച്ച് അനുഭൂതി കൂട്ടിച്ചേർത്തിരിക്കും, ഇത്ര മാത്രമേ ഉള്ളൂ. ഈ അനൽപമായ ആനന്ദത്തിന് വേണ്ടിയാണ് മനുഷ്യനും മൃഗങ്ങളും എല്ലാം ഇതുപോലുള്ള പ്രക്രിയയിൽ ഏർപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടവും ചാട്ടവും അതുപോലെ യുദ്ധവും മൽപ്പിടുത്തവും ഒക്കെ വെറുതെ നടന്നു വരുന്നുണ്ട്. അത് മനുഷ്യരുടെ ലോകത്ത് മാത്രമല്ല, മൃഗങ്ങളുടെ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പറഞ്ഞു പോകുന്നത് ഇത്ര മാത്രമാണ്: പുരുഷന്റെ ബീജം സ്ത്രീയുടെ യൂട്രസ് എത്തിക്കുക, ഇത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് എത്തുന്നത് വരെ അവനും അവൾക്കും സുഖം ഉണ്ടാവും. അത് എത്തിക്കഴിഞ്ഞാൽ അതോടെ സുഖമില്ലാതെയായി. അപ്പോൾ പ്രകൃതി ഉദ്ദേശിച്ച കാര്യം നടക്കും, പിന്നെ ഫെർട്ടിലൈസേഷൻ നടന്നോളും, കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കോളും. എതിർ സെക്സിൽപ്പെട്ട ഒരാളോട് ഒരു ആഭിമുഖ്യം വന്നു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് ബ്രെയിനിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഡോപാമിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയിട്ടുള്ള ചില ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകും. അതുപോലെ നമ്മളുടെ ഹൃദയത്തിന്റെ സ്പന്ദനത്തിൽ മാറ്റം വരും. നൈട്രിക് ഓക്സിജന്റെ ഉൽപാദനം വർദ്ധിക്കും, ഞരമ്പുകൾ വികസിക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂടും, ശ്വാസോച്ഛ്വാസ നിരക്ക് വർദ്ധിക്കും. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ശരീരത്തിലെ വലിയൊരു ഊർജത്തിന്റെ പ്രവാഹം തന്നെ ഉണ്ടാകും. ഇതാണ് ആവേശത്തോടുള്ള ഇന്റർകോഴ്സ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇനി അതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, സെമൻ ഡിസ്ചാർജ് കഴിഞ്ഞാൽ ഇതെല്ലാം ഡൗൺ ആവും. എക്സ്പാൻഡ് ചെയ്ത മസിലുകളും ഞരമ്പുകളൊക്കെ കൺട്രാക്ഷനിലേക്ക് പോകും. അതോടെ വെട്ടിയിട്ട താള് പോലെയാകും മെയിലിന്റെ ശരീരം. ഇജാക്കുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇടവരുത്തിയിട്ടുള്ള ഡോപാമിൻ, ഓക്സിറ്റോസിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകൾ കുറയും. ഇവിടെ മെയിലിനെ സംബന്ധിച്ച് സംഭവിക്കുന്നത് ക്വിക്ക് ഓർഗാസം, അതുപോലെ ഇറക്ഷൻ ഡൗൺ ആവല്, സ്റ്റോപ്പ്. പക്ഷെ ഇക്കാര്യത്തില് പ്രകൃതി സ്ത്രീക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ബീജത്തെ യൂട്രസിനകത്തേക്ക് സ്വീകരിക്കുന്ന പ്രക്രിയ ഇവിടെ നടക്കുന്നത്. ആദ്യം സ്ത്രീ എത്തിക്കഴിഞ്ഞാൽ പുരുഷൻ എഴുന്നേൽപ്പിച്ച് ഓടിക്കും. പിന്നെ ഇവിടെ പ്രൊഡക്ഷൻ എന്ന പ്രക്രിയ നടക്കില്ല. ഇനി രണ്ടുപേർക്കും ഒരേ സമയത്തായി കഴിഞ്ഞാലും ഇതിനുള്ള സാധ്യത കുറയും. അതുകൊണ്ട് എല്ലാ ജീവികളിലും മെയിലിന് ആദ്യവും ഫീമെയിലിന് രണ്ടാമതുമാണ് ക്ലൈമാക്സിൽ എത്തുന്നത്. മാത്രമല്ല, ഫീമെയിലിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മൾട്ടി ഓർഗാസം സാധ്യമാണ്. ഒരാളായിട്ട് തന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം അടുത്തടുത്ത സമയത്ത് ബന്ധപ്പെടാനോ ഒന്നിൽ കൂടുതൽ ആളുകളായിട്ട് അടുത്തടുത്ത് ബന്ധപ്പെടാനോ അവർക്ക് സാധിക്കും. പക്ഷെ പുരുഷന് സാധ്യമല്ല. ഈ ഒരു അനുഗ്രഹം ഫീമെയിലിന് കൊടുത്തിരിക്കുന്നത് ഫെർട്ടിലൈസേഷൻ സാധ്യത കൂട്ടാൻ വേണ്ടി തന്നെയാണ്. പക്ഷെ പുരുഷന് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവന് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒന്ന്, സെക്സിന്റെ ഉദ്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് ക്ലൈമാക്സ് സ്ത്രീകൾക്ക് താമസിച്ചും പുരുഷന്മാർക്കും നേരത്തെയും കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് ക്ലൈമാക്സിന് ശേഷം ശരീരം ഡൗൺ ആവണത്, എങ്ങനെയാണ് നമുക്ക് അനുഭൂതി കിട്ടണത്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഓർഗാസിന് സമയം എന്ന് പറഞ്ഞ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ്. അത് വർദ്ധിപ്പിക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം പ്രകൃതി ഉദ്ദേശിക്കുന്നില്ല. പ്രകൃതി ഉദ്ദേശിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഇവന് സുഖം കൊടുത്തിട്ട് ഇതിന് ഡിസ്ചാർജ് നടത്തിക്കുക. അത് കഴിഞ്ഞാൽ അവസാനിച്ചു. പിന്നെ പ്രകൃതി അവനെ തിരിഞ്ഞു നോക്കുന്നില്ല, പിന്നെ അവളെയാണ് നോക്കണത്. അപ്പോൾ ഈ സെക്സ് ഡ്രൈവിന്റെ സമയം വർദ്ധിപ്പിക്കുക, ഇജാക്കുലേഷൻ താമസിപ്പിക്കുക, ഇതാണെന്ന് മരുന്നുകൾ ഉദ്ദേശിക്കുന്നത്. ഇതിനു വേണ്ടി പ്രധാനമായിട്ടും ചെയ്യണം നമ്മളുടെ ന്യൂറോൺസിൽ കൂടിയിട്ടുള്ള ന്യൂറോ ട്രാൻസ്ലേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. അവയവങ്ങളിലെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുക, മന്ദീകരിപ്പിക്കുക. അപ്പോൾ സെക്സ് ഓർഗൻസിൽ നടക്കുന്ന ഈ പ്രക്രിയ ഒന്നും ബ്രെയിനിൽ അറിയില്ല. അതുകൊണ്ട് ഓർഗാസത്തിലെത്തില്ല,
ഡിസ്ചാർജ് നടക്കില്ല. നമുക്ക് സമയം വേണി നീട്ടി കൊണ്ടുവരാം. ഇതിന്റെ ഫലമായിട്ട് ഡോപാമിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോണുകൾ നമ്മളെ ബ്രെയിനിൽ ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് അനുഭവ തലത്തിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കില്ല. ഇതിന്റെ ഫലമായിട്ട് നമുക്ക് വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. അതുപോലെ നാഡികളുടെ തളർച്ചയ്ക്കും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഒക്കെ അത് ദോഷകരമായി ഭവിക്കുകയും ചെയ്യാം. പലർക്കും സെക്സ് എന്ന അനുഭൂതിനെ അനുഭവിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് എത്താം, ഇജാക്കുലേഷൻ നടക്കാത്ത അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം കൃത്രിമമായ മാർഗത്തിലേക്കും മരുന്നുകളിലേക്കും പോകാതിരിക്കുകയാണ് നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രകൃതി ജീവൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നതിൽ പറയാനുള്ളത്, പ്രകൃതിയുടെ മാർഗത്തിലൂടെ നമുക്കിതിനെ ഫലപ്രദമായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശരീരത്തിന്റെയും മനസ്സിന്റെയും ആകെയുള്ള ആരോഗ്യത്തിന്റെ ലക്ഷണമാണ് ആരോഗ്യകരമായ സെക്സ്. അപ്പോൾ ശരീരത്തിന്റെയും മനസ്സിന്റെയും ആരോഗ്യം വർദ്ധിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യകരമായ സെക്സിൽ ഏർപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതിന് വേണ്ടത് ശരിയായ ആഹാരവും ശരിയായ വ്യായാമവും ശരിയായ ബ്രീത്തിങ്ങും ശരിയായ മാനസികമായിട്ടുള്ള അവസ്ഥയുമാണ്. അവിടെ ശരീരത്തിന് യാതൊരു ദോഷവും വരുന്നില്ല, അവിടെ ആരോഗ്യത്തിന് ക്ഷയം വരുന്നില്ല, നമ്മളുടെ ശരീരാവയവങ്ങളൊന്നും രോഗാതുരമായി തീരുന്നില്ല. പകരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള അനുഭൂതി അനുഭവിക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സുഖജീവൻ നേച്ചർ സെന്റർ ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ പഠിപ്പിക്കുന്നു. ഷുഗറൊക്കെ വന്ന് സെക്ഷൽ ഡിസ്ഫങ്ഷൻ വന്നിട്ടുള്ള ധാരാളം ആളുകൾ നമുക്ക് തിരിച്ചുവിടാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ആവുന്നത്ര കൃത്രിമമായ മാർഗത്തിലേക്ക് പോകാതിരിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. ഇതാണ് എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ളത്.